ഗുഡ് മോർണിംഗ്. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് എടുത്തിരുന്ന ഫോർത്ത് മൊഡ്യൂളിൻ്റെ ടോപ്പിക്ക്, അതായത് കെ നിയറസ്റ്റ് നെയ്ബർ ക്ലാസിഫയർ ആണ് എടുത്തിരുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് നെയ്ബേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്ത് വരുന്നത്. അത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. ഓരോ ടപ്പിൾ തമ്മിലുള്ള ഡിസ്റ്റൻസും അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ കൂടെ തന്നെ ആ കെ നിയർ നെയ്ബർ ക്ലാസിഫയറിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു ടേമാണ് ക്ലോസ്നെസ്. അതായത് രണ്ടും തമ്മിലുള്ള എത്രയാണ് അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ അതിന് തമ്മിലുള്ള എത്ര രീതിയിൽ അത് ക്ലോസ് ചെയ്ത് ഇരിക്കുന്നു എന്നുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ റിഗ്രഷൻ ആണ് ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ. സോ വാട്ട് യു മീൻ ബൈ റിഗ്രഷൻ? റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്മളിതിന് മുന്നേ അറിയായിരുന്നു. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂസ് ആയിരുന്നു. പക്ഷേ ഇൻ ദി കേസ് ഓഫ് റിഗ്രഷൻ വരുമ്പോൾ, റിഗ്രഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും അവിടെ വരുന്ന പ്രിഡിക്ഷൻ എന്ന് പറയുന്ന ഒരു മോഡൽ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ റിഗ്രഷൻ വർക്ക് ചെയ്യുന്നത്. സോ ആസ് യു ക്യാൻ സി ഇവിടെ, അതായത് നിങ്ങൾ ആ ഫോർത്ത് മൊഡ്യൂളിൻ്റെ ടോപ്പിക്സ് തന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പ്രൊഡിക്ഷൻ. സോ വാട്ട് യു മീൻ പ്രൊഡിക്ഷൻ? പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് പ്രിഡിക്റ്റ് എ കണ്ടിന്യൂസ് വാല്യൂ റാദർ ദാൻ എ കാറ്റഗറിക്കൽ ലേബിൾ. അതായത് നമ്മൾ ലേബിളിൽ വെച്ചിട്ടായിരുന്നു ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ക്ലാസിഫിക്കേഷൻ ലേബിളും അതിൻ്റെ അകത്ത് ഏത് ക്ലാസ്സിലാണെന്ന് വരുന്നതെന്നും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ പ്രൊഡിക്ഷൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും. സോ വിത്ത് ഹെൽപ്പ് ഓഫ് പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? അതായത് കണ്ടിന്യൂസ് വാല്യൂസ് വെച്ചിട്ട് അടുത്ത വാല്യൂ ഏതാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രൊഡിക്ഷൻ്റെ അകത്ത്. സോ പ്രൊഡിക്ഷൻ ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ് വാല്യൂസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ആകെ സോൾവ് ചെയ്യാൻ പറ്റുന്നത് രണ്ട് രീതിയിലാണ്. അതായത് ഫസ്റ്റ് വൺ ഈസ് ലീനിയർ റിഗ്രഷൻ, അടുത്ത് വരുന്നത് നോൺ ലീനിയർ റിഗ്രഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് മൈ റിഗ്രഷൻ? റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ഹെൽപ്പ് ഓഫ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ്റെ ഹെൽപ്പോട് കൂടി ആ എക്സിൻ്റെ വാല്യൂസും വൈയുടെ വാല്യൂ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ് ഈ പറഞ്ഞ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലീനിയർ റിഗ്രഷൻ. ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റ ആർ മോഡൽഡ് യൂസിങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും ഡേറ്റനെ കാണിക്കുന്നത് ലീനിയർ റിഗ്രഷൻ്റെ അകത്ത്. സോ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് regression. Linear regression is the simplest form of regression. So linear regressionൻ്റെ അകത്ത് രണ്ട് വേരിയബിൾസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് y. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് വേരിയബിൾ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട്സ് ദ റെസ്പോൺസ് ഓഫ് x with respect to the that is what's the response of y with respect to the x. So x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is a random variable. കാണാൻ പറ്റും നിങ്ങൾക്ക്. x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a random variable, or it is also called പ്രിഡക്റ്റർ വേരിയബിൾ എന്നും പറയും ഇവിടെ ഹിയർ. ഓക്കെ, വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് വേരിയബിൾ, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം വേരിയബിൾ ആണ്. എക്സും വൈയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് കിട്ടും. ആ റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ഈ ഇക്വേഷൻ. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ്. നമുക്ക് എക്സ് അറിയാം, പക്ഷെ വൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആൽഫയും ബീറ്റയും കാൽക്കുലേറ്റ് ചെയ്യണം. സോ വാട്ട് ആർ ആൽഫ ആൻഡ് ബീറ്റ? ആൽഫയും ബീറ്റയും റിഗ്രഷൻ കോയിഫിഷ്യൻസ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഹിയർ. Alpha and beta are regression coefficients. So we have to first find what is alpha and what is beta. So ബീറ്റയുടെ ഇക്വേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൽഫയും ബീറ്റയും റിലേറ്റഡ് ആണ്. ആൽഫ കണ്ടുപിടിക്കുന്നത് ബീറ്റയുടെ ഹെൽപ്പ് കൂടിയാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ബീറ്റ. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബീറ്റ ഈക്വൽ ടു സിഗ്മ ഓഫ് ഐ ഈക്വൽ ടു 1 to s എക്സ് ഐ മൈനസ് വൈ ബാർ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ബാർ ആണ്. അല്ലെങ്കിൽ എക്സ് ബാറും വൈ ബാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആവറേജ് വാല്യൂ ആണ്. അത് നമുക്ക് ഇതിന് ശേഷം കാണിച്ചു തരാം. എക്സ് ബാറും വൈ ബാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വാല്യൂ ആണ്. എക്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സിൻ്റെ വാല്യൂ, അതായത് എക്സ് എന്ന് പറഞ്ഞാൽ കുറേ ടേബിൾ തന്നിട്ടുണ്ടാവും, എക്സിൻ്റെ വാല്യൂസ് ഉണ്ടാവും, വൈയും ഉണ്ടാവും. ഈ വൈ ഐ എന്ന് പറയുന്ന എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് അടുത്ത ഒരു വൈ എന്ന് പറയുന്ന ഒരു വാല്യൂവിനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലായല്ലോ. ഇക്വേഷൻ ജസ്റ്റ് ഓർമ്മയിൽ വെച്ചേക്കുക, ദി ഇക്വേഷൻ. ഓക്കെ, അതിനുശേഷം ഉള്ളത് ആൽഫ. ആൽഫ ഈസ് ഇക്വൽ ടു വൈ ബാർ മൈനസ് ബീറ്റ ഇൻറ്റു എക്സ് ബാർ. സോ നമ്മൾ ഇതിലേക്ക് പോകണം. ഇതാണ് അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് പോകാം. ഈ എക്സാമ്പിൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എക്സിൻ്റെ വാല്യൂസ് വന്നിട്ട് വൈയുടെ വാല്യൂസ് വന്നിട്ട്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഇൻ
10,000 ആണ് കാണിച്ചിരിക്കുന്നത്. സാലറി ഇൻ 10,000 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എക്സ്, അപ്പോൾ X1 എന്ന് പറയുന്നത് 3, X2 എന്ന് പറയുന്നത് 8, അങ്ങനെ അപ് ടു 1 2 3 4 5 6 7 8 9 10 വാല്യൂസ് ഉണ്ട്. അപ്പോൾ X1 ഇതാണെങ്കിൽ എൻ്റെ കറസ്പോണ്ടിങ് Y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സോ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബീറ്റയുടെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ബീറ്റ ഈസ് ഇക്വൽ ടു ഫസ്റ്റ് X1 മൈനസ് ഏതാ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ആവറേജ് വാല്യൂ. സോ ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുക, പ്ലസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവറേജ് വാല്യൂ കിട്ടും കേട്ടോ. എക്സ് ബാർ ഈസ് ഇക്വൽ ടു 9.1, വൈ ബാർ ഈസ് ഇക്വൽ ടു 55.4. ഇതിൻ്റെ എല്ലാം ആവറേജ് ആണ് വൈ ബാർ എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു നമ്മൾ ആ നേരത്തെ പറഞ്ഞിരുന്ന ഇക്വേഷൻ ഏതായിരുന്നു? ഇത് സിഗ്മ ഓഫ് ഐ ഈക്വൽ ടു 1 to S. ഇവിടെ എത്ര ഉണ്ട്? 10 വാല്യൂസ് ഉള്ളതുകൊണ്ട് ഐ ഈക്വൽ ടു 1 തൊട്ട് 10 വരെ X1 മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 9.1 ഇൻറ്റു അടുത്തത് Y1 എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു വാല്യൂ? ഇത് 30 മൈനസ് അതിൻ്റെ ആവറേജ് വാല്യൂ ദിസ് വൺ. അങ്ങനെ എല്ലാം പ്ലസ് ചെയ്ത് പോയിട്ട് ഡിവൈഡഡ് ബൈ എന്താ പറയുന്നത് സിഗ്മ സെയിം തന്നെ. അതുപോലെ തന്നെ ഈ അതിൻ്റെ സ്ക്വയർ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഇതാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെ ബീറ്റ വാല്യൂസ് കിട്ടും. ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആൽഫ വാല്യൂസ്. അങ്ങനെ ബീറ്റ വാല്യൂ നമുക്ക് കിട്ടി 3.7. ഇനി അടുത്ത എന്താ? അതിൻ്റെ ആൽഫ വാല്യൂ കണ്ടുപിടിക്കണം. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പോലെ തന്നെ വൈ ബാർ മൈനസ് ബീറ്റ ഓഫ് എക്സ് ബാർ, അത് ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. മറ്റൊന്നും കഴിഞ്ഞാൽ ഫുള്ള് പ്ലസ് ചെയ്ത് പോകണമായിരുന്നു. ഇവിടെ പറഞ്ഞു ബീറ്റ നമുക്ക് കിട്ടി. ഏതായിരുന്നു ബീറ്റ എന്ന് പറയുന്നത് 3.7. ആൽഫ ഇസിക്കൽ ടു ആൽഫ എന്ന് പറയുന്നത് ആദ്യത്തെ ഏതായിരുന്നു? വൈ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 55.4 മൈനസ് ഓഫ് ഇക്വേഷൻ എന്താ? മൈനസ് ഓഫ് ബീറ്റ ഇൻറ്റു എക്സ് ബാർ. ബീറ്റയുടെ വാല്യൂ എത്രയാണ്? 3.1 ഇൻറ്റു എക്സ് ബാർ 9.1. അങ്ങനെ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടി. ഇനി എന്താ അടുത്ത ഇക്വേഷൻ നമുക്കറിയാവുന്ന എന്താ? വൈ ആണ് കണ്ടുപിടിക്കുന്നത്. സോ വൈ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ്. അപ്പോൾ നമുക്കൊരു കറസ്പോണ്ടിങ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദി വൈ വാല്യൂ? അതാണ് നമുക്ക് രണ്ടിൻ്റെ റിലേഷൻഷിപ്പ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇതിൻ്റെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഇക്വേഷൻ വൈ ഈസിക്കൽ ടു 2.7 പ്ലസ് 3.7 ഇൻറ്റു എക്സ്. അങ്ങനെ ആൽഫയുടെയും ബീറ്റയുടെ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. ഇതാണ് അതിൻ്റെ പ്ലോട്ട് ചെയ്തേക്കണം. ഇയർ ഓഫ് എക്സ്പീരിയൻസും അതിൻ്റെ സാലറിയും തന്നിരിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് വേറെ തന്നേക്കുക ഒരു ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഇതാണ് നമ്മുടെ ഇയർ ഓഫ് എക്സ്പീരിയൻസ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ യൂസിങ് ദിസ് ഇക്വേഷൻ വി ക്യാൻ പ്രെഡിക്ട് ദാറ്റ് സാലറി ഓഫ് എ കോളേജ് ഗ്രാജുവേറ്റ് വിത്ത് സേ 10 years ഓഫ് എക്സ്പീരിയൻസ് ഈസ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 10 years ഓഫ് എക്സ്പീരിയൻസ് ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ ഈ നമുക്കറിയാം എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഓൾറെഡി അറിയാം. ഈ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ച് ഒരു 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ഇറ്റ്സ് സാലറി. സോ ഇത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. സോ വൈ ഈക്വൽ ടു 21.7 പ്ലസ് 3.7 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 10 ഇടുക. അങ്ങനെ നമുക്ക് അതിൻ്റെ വൈയുടെ വാല്യൂ കിട്ടും. ഇതാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി ഇതിൻ്റെ പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്പിൾ റിഗ്രഷൻ വന്നാലും ഈ സെയിം തന്നെ കേസായിരിക്കും, പക്ഷേ അവിടെ ആൽഫ 1 ബീറ്റ 1 വരും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നോക്കിയാൽ വൈ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ 1 ഇൻറ്റു X1 പ്ലസ് ബീറ്റ 2 ഇൻറ്റു X2. കാരണം ബീറ്റയും ഇതെന്താ വ്യത്യാസം? ആൽഫ എന്ന് പറയുന്നത് രണ്ടിൻ്റെ ആവറേജ് ആണ് വരും. അതുപോലെ തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് വരുന്നത് നോൺ ലീനിയർ റിഗ്രഷൻ എന്നായിരിക്കും. സോ നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ റിഗ്രഷൻഷിപ്പ് നമുക്ക് ഒരിക്കലും ഒരു ലീനിയർ ഫോമിലേക്ക് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ദാറ്റ് ഇഫ് എ ഗിവൺ റെസ്പോൺസ് വേരിയബിൾ ആൻഡ് പ്രെഡിക്റ്റഡ് വേരിയബിൾ ഹാവ് എ റിലേഷൻഷിപ്പ് ദാറ്റ് മേ ബി മോഡൽഡ് ബൈ എ പോളിനോമിയൽ ഫംഗ്ഷൻ. പോളിനോമിയൽ ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ക്യാൻ കൺവേർട്ട് ദി നോൺ ലീനിയർ മോഡൽ ഇൻറ്റു എ ലീനിയർ മോഡൽ ദാറ്റ് ക്യാൻ ദെൻ സോൾവ് ബൈ ദി മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഇവിടെ പറഞ്ഞിരുന്ന മെത്തേഡാണ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലീനിയർ റിഗ്രഷൻ്റെ അകത്ത്. ഇവിടെ എന്ത് ചെയ്യണം? പോളിനോമിയൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലോണിയോമിയൽ ടൈംസിലായിരിക്കും നോൺ ലീനിയർ മോഡൽസ് വരിക. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ലീനിയർ മോഡൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദി ട്രാൻസ്ഫോർമേഷൻ ഓഫ് പോളിനോമിയൽ റിഗ്രഷൻ മോഡൽ ടു എ ലീനിയർ മോഡൽ ആണ്. അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദീസാണ് ഇക്വേഷൻ വൈ ഈക്വൽ ടു ആൽഫ പ്ലസ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോളിനോമിയലിനെ നമ്മളത് ലീനിയറായിട്ട് കൺവേർട്ട് ചെയ്യണം. ആ ലീനിയറായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോൺ ലീനിയർ റിഗ്രഷനെ നമുക്ക്
കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത നോ അതർ റിഗ്രഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നതുണ്ട്. അതായത് അതായത് ഫോർ എക്സാമ്പിൾ ലൈക്ക് ലോഗ് ലീനിയർ മോഡൽ. അതായത് എപ്പോഴും റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷണൽ ഫോമിലെ ഒരു ഇതിനെ ഫോർ എക്സാമ്പിൾ ലൈക്ക് എ ടപ്പിളിനെ ഒരു ഫംഗ്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ലീനിയർ മോഡൽ എന്ന് പറയുന്നത്. ലീനിയർ മോഡൽ അല്ല, റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനായിട്ട് കൺവേർട്ട് ചെയ്ത് കാണിക്കുന്നതിന്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ പഠിച്ചിരുന്ന ഏതായിരുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നത് കെ നിയറസ്റ്റ് ഏതായിരുന്നു? ഓക്കെ, കെ നിയറസ്റ്റ് നെയ്ബർ ക്ലാസിഫയർ ആയിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഇന്ന് പറയുന്നത് മറ്റേ പ്രിഡിക്ഷനെ പറ്റിയാണ്. പ്രിഡിക്ഷൻ്റെ അകത്ത് റിഗ്രഷൻ എന്നുള്ള കാര്യമാണ് പറയുന്നത്. റിഗ്രഷൻ്റെ അകത്ത് മെയിൻലി 2 കാര്യങ്ങളാണ്: ലീനിയർ റിഗ്രഷൻ, നോൺ ലീനിയർ റിഗ്രഷൻ. ഓക്കെ, ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി എക്സാമിനേഷന്. അപ്പോൾ അത് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ലീനിയർ റിഗ്രഷൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് നോട്ടെ കഴിഞ്ഞ വർഷത്തിൽ ചോദിച്ചിട്ടില്ല അതിനെപ്പറ്റി. ലീനിയർ റിഗ്രഷൻ്റെ കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചിട്ടില്ല. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോട്ടെ. അതിൻ്റെ അകത്ത് ബാക്ക്വേർഡ് ഷോ ദാറ്റ് ഇത് സിഗ്മോയിഡ് ഫംഗ്ഷൻ. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാണ്. മറ്റേ ഇതിൻ്റെ അകത്ത് ട്രാൻസാക്ഷൻ ത്രഷോൾഡ് തന്നെ വേറെ അപ്രിയോറി അൽഗോരിതം ഇതൊക്കെയാണ് അടുത്ത് വരുന്നത്. അപ്രിയോറി അതൊന്നും എടുത്ത് വെച്ചിട്ടുള്ള ക്ലസ്റ്ററിങ് കേമലോട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അത് തൽക്കാലം ഇത് ചോദിച്ചിട്ടില്ല. പക്ഷേ ഇത് ചോദിക്കാനും ചാൻസ് ഉണ്ട്, പറയാൻ പറ്റില്ല. എങ്ങനെ വേണമെങ്കിലും ഈ സാധനം ചോദിക്കാം. വേൾഡിൻ്റെ അകത്ത് ചോദിച്ചിട്ടുള്ള കണ്ടൻറ്റ് ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ആൻഡ് കോൺഫിഡൻസ്. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു സപ്പോർട്ട് ആൻഡ് കോൺഫിഡൻസ് എന്താണെന്ന് ഡിഫറൻസ് ആയിട്ട് തമ്മിലുള്ള. പിന്നെ അത് ചോദിച്ചിട്ടില്ല എൻ്റെ അകത്ത് വരുള്ളൂ. യൂണിവേഴ്സിറ്റിയുടെ ഇത് ഇന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയാണുള്ളത്. ആ ഇക്വേഷൻ വെച്ചിട്ട് ഇത് ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് ഇന്നുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ നോട്ട് ഓൾറെഡി ഉണ്ടല്ലോ, 4th മൊഡ്യൂളിൽ നോട്ട് ഉണ്ടല്ലോ. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ തന്നിരിക്കുന്ന ടേബിളുണ്ട്, ഈ തന്നിരിക്കുന്ന ടേബിളിൻ്റെ അകത്ത് വെച്ചിട്ട് അതിൻ്റെ ഇക്വേഷൻ വെച്ച് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ബീറ്റ വാല്യൂം ആൽഫ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യുക. സോ y ഈക്വൽ ടു എന്താണ് എന്നുള്ള ആ ഇക്വേഷൻ കണ്ടുപിടിക്കുക, ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ഈ ഇത് വെച്ചിട്ട് അത് വെച്ച് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ എക്സ്പീരിയൻസ് ഇവിടെ 10 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ എക്സ്പീരിയൻസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 7 നോട്ട് ഇയർ 7 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ എക്സ്പീരിയൻസ് കണ്ടുപിടിക്കേണ്ടത് 20. സോ ഫസ്റ്റ് വൺ ഈസ് 7, 20, 14. ഈ 3 എണ്ണത്തിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുക. 7, 20, 14 ഈ 3 എണ്ണത്തിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇടുക. അതനുസരിച്ച് അത് ശരിയാണോ തെറ്റാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ കറക്റ്റായും പറയാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം പഠിക്കാനുള്ളത് നമുക്കുള്ളത് ആക്യുറസിയാണ്. അതായത് ക്ലാസിഫയറിൻ്റെ ആക്യുറസി ഓർ മെഷറിങ് ദി ആക്യുറസി ഓഫ് എ ക്ലാസിഫയർ. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതാണ് ക്ലാസിഫയർ ആക്യുറസി. അത് നാളെ നമ്മൾ ക്ലാസ് എടുക്കുന്നതാണ് കേട്ടോ. എസ്റ്റിമേറ്റിംഗ് ആക്യുറസി ഓഫ് എ ക്ലാസിഫയർ, ദാറ്റ് ഈസ് മെഷറിംഗ് ദി പെർഫോമൻസ് ഓഫ് ദി ക്ലാസിഫയർ. എങ്ങനെ അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതാണ് നമുക്ക് 4th മൊഡ്യൂളുള്ളത്. അതായത് ഫസ്റ്റ് വൺ ഈസ് ക്ലാസിഫയറിൻ്റെ ആക്യുറസി എന്താണെന്ന് പറയുന്നത്, എസ്റ്റിമേറ്റിംഗ് ക്ലാസിഫയറിൻ്റെ ആക്യുറസി, അതിന് ശേഷം ഇൻക്രീസിങ് ക്ലാസിഫയറിൻ്റെ ആക്യുറസി, എങ്ങനെ ആക്യുറസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ നാളെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തേക്കാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അതനുസരിച്ച് എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.